നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഭാരതത്തിന് സ്വയം പര്യാപ്തതയും സമ്പൂർണ്ണ വികസനവും ലക്ഷ്യമിടുന്ന ബജറ്റ് ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ ബജറ്റിന് ശേഷമാണ് കൊറോണ എന്ന മഹാമാരി ബാധിച്ചതും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കൊപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ചുരുങ്ങിയതും. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ 27 ലക്ഷം കോടി രൂപയുടെ ഉത്തേജന പാക്കേജുകൾ പ്രഖ്യാപിച്ചിരുന്നു. ആ പാക്കേജുകൾ തുടരുന്നതിനൊപ്പം 6 തൂണുകളിലായി സമ്പൂർണ്ണ വികസനവും സ്വയം പര്യാപ്തതയും പാവപ്പെട്ടവരുടെ ആരോഗ്യ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന പദ്ധതികളാണ് ഇത്തവണ ബജറ്റിൽ ശ്രീമതി നിർമ്മല സീതാരാമൻ വിഭാവന ചെയ്തിട്ടുള്ളത്. ഇന്നലെ ബജറ്റിൻ്റെ സാധ്യതകളെക്കുറിച്ച് ജനം എഡിറ്റേഴ്സ് ചോയ്സിൽ നടന്ന സംവാദത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ആരോഗ്യ മേഖലയിൽ 134% വർധനവാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബജറ്റിൻ്റെ നാനാവശവും ഈ ഡിബേറ്റ് പരിശോധിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ആസൂത്രണ ബോർഡിൻ്റെ മുൻ ഡയറക്ടർ എൻ നിയതി, പബ്ലിക് പോളിസി എക്സ്പെർട്ടായ ഡോക്ടർ വിനീത ഹരിഹരൻ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, മുൻ എം പി ഡോക്ടർ എ സമ്പത്ത്, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നു. ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ നിയതി, ഈ 6 തൂണുകൾ എങ്ങനെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഇത് ഉത്തേജിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ബൂസ്റ്റ് എന്ന നിലയിൽ ഇതിന് ഒരു വികാസം കൊണ്ടുവരാൻ പോകുന്നത്? 6 തൂണുകളിൽ രൂപം നൽകിയിട്ടുള്ള 2021-22 ബഡ്ജറ്റ് അല്ലെങ്കിൽ സർവ്വ മേഖലകളെയും പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ 6 തൂണുകളിൽ രൂപം നൽകിയിട്ടുള്ള ഈ 2021-22 ബഡ്ജറ്റ് 2020-21 ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഒരു വിഷൻ ഡോക്യുമെൻ്റ് പോലെയാണ് ഇറക്കിയിരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 2020-21 ബഡ്ജറ്റ്. അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് സ്വയം പര്യാപ്ത ഇന്ത്യ, 2024-25 5 ട്രില്യൺ ഇക്കോണമി, അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വ്യവസായ മേഖലയിലും എല്ലാം തന്നെ ഒരു സമീകൃത പുരോഗതിയിലൂടെ ഒരു ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് കൈവരിക്കുക എന്നുള്ളതായിരുന്നു. അത് അവതരണം കഴിഞ്ഞതിന് ശേഷമാണ് കോവിഡ് വരികയും കോവിഡ് ഇന്ത്യൻ സമ്പദ്ഘടനയിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏകദേശം 27 ലക്ഷം കോടി രൂപയുടെ, അതായത് GDP-യുടെ 30% വരുന്ന ഏകദേശം 27 ലക്ഷം കോടി രൂപയുടെ ഒരു പാക്കേജ് 3 പ്രാവശ്യമായിട്ട് പ്രഖ്യാപിച്ചു. ആ പാക്കേജിൽ പല ആനുകൂല്യങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ സെക്ടേഴ്സിലും സ്ട്രക്ചറലായിട്ടുള്ള ചില റിഫോംസ് റെക്കമെൻഡ് ചെയ്തിരുന്നു. ആ റിഫോംസിൻ്റെ കണ്ടിന്യൂവേഷനാണ് 2021-22 ബഡ്ജറ്റിലെന്ന് ആമുഖമായിട്ട് ധനകാര്യമന്ത്രി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്ന അവസരത്തിലാണ് ഈ 6 തൂണുകളുടെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ 2020-21 ബഡ്ജറ്റ് അവസാനിക്കുന്ന അവസരത്തിൽ നമ്മുടെ ധനക്കമ്മി വർദ്ധിച്ചിട്ടുണ്ട്, ബോറോയിങ് വർദ്ധിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വിഭവ സമാഹരണത്തിൽ നികുതി വരുമാനത്തിൽ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. അതിനെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും 2021-22 ബഡ്ജറ്റ് എന്ന് ഈ ബഡ്ജറ്റിൽ തന്നെ പറയുന്നുണ്ട്. ഇത് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് വേണം നമ്മൾ 2021-22 ഈ ബഡ്ജറ്റിനെ നമ്മൾ വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ 6 തൂണുകളിൽ ഓരോന്നും എടുത്ത് വിശകലനം ചെയ്യേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഒന്നാമത്തെ തൂണായിട്ട് പറഞ്ഞിരിക്കുന്ന വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. നമുക്ക് ആദ്യം ഒരു ആമുഖം എന്നുള്ള നിലയിൽ അങ്ങ് ഒന്ന് മൊത്തം ഒരു ജനറൽ പെർസെപ്ഷൻ പറഞ്ഞാൽ മതി. അല്ല, മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ മേഖലകൾക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണെന്നാണ് എൻ്റെ ആദ്യ വിലയിരുത്തലിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ആരോഗ്യ മേഖലയ്ക്കും ഇൻഫ്രാസ്ട്രക്ചറിനും വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ പിന്നെ റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല, അങ്ങനെ എല്ലാ മേഖലകൾക്കും
ഊന്നൽ കൊടുത്തുകൊണ്ട് തയ്യാറാക്കപ്പെട്ട ബഡ്ജറ്റാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരു അപാകത മാത്രമാണ് കാണുന്നത്. അതായത് ഇന്ത്യൻ എക്കോണമിയിൽ ചെറിയൊരു റിസഷൻ 19-20 മുതൽ ഉണ്ടായിരുന്നു. ആ റിസഷനെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വർദ്ധിച്ചു. അത് നമ്മുടെ സമ്പദ്ഘടനയെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിന് 2 കാരണങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ഒന്ന്, ഇന്ത്യൻ എക്കോണമിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് 19-20-ലും 20-21-ലും കുറഞ്ഞിട്ടുണ്ടായിരുന്നത്, പ്രത്യേകിച്ചും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കുറവ് കാരണം ഇന്ത്യൻ എക്കോണമിയിലെ തൊഴിലവസരങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാതെ വന്നു. അങ്ങനെ തൊഴിലവസരങ്ങളുടെ അപര്യാപ്തത കാരണം ഒരു ഡിമാൻഡ് റിസഷൻ അല്ലെങ്കിൽ ഡിമാൻഡിൽ കുറവ് ഇന്ത്യൻ സമ്പദ്ഘടനയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഡിമാൻഡ് റിസഷനാണ് അല്ലെങ്കിൽ ആ ഡിമാൻഡിലുണ്ടായിട്ടുള്ള ഒരു ഇടിവാണ് ഇന്ത്യൻ സമ്പദ്ഘടന ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പക്ഷേ ഈ 21-22 ബഡ്ജറ്റിലും ആ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഡിമാൻഡ് ജനറേറ്റ് എങ്ങനെ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഡിമാൻഡ് സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ഒരു വ്യക്തത എനിക്ക് ഈ ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷെ അത് നേരത്തെ വന്ന ആത്മനിർഭർ പാക്കേജിൽ അത് വളരെ വ്യക്തമായിട്ട് വരച്ചു കാട്ടിയിട്ടുള്ളതല്ലേ? അതെ, അതിന്റെ തുടർച്ചയല്ലേ ഇത്? അതെ, തീർച്ചയായിട്ടും സെൽഫ് റിലയൻറ്റ് എക്കോണമി എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് മുൻപോട്ട് പോകുന്നത്. ഇപ്പം അതിനകത്ത് ഞാൻ ഇതിനകത്തൊരു അപാകത കാണുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യൻ എക്കോണമി കഴിഞ്ഞ 45 വർഷത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിൽ ഇല്ലായ്മയിൽ കൂടി കടന്നു പോവുകയായിരുന്നു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം. അതിന് പല കാരണങ്ങളുണ്ട്. അത് കോവിഡ് മഹാമാരി ഒരു കാരണം തന്നെയാണ്. അതിനെ പരിഹാരം കാണാൻ വേണ്ടിയുള്ള പല പ്രോഗ്രാമുകളും അല്ലെങ്കിൽ പദ്ധതിയും പ്രോജക്റ്റുകളും നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് ഒരു വർഷം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചെറിയ സംശയം മാത്രമാണ് എനിക്ക് ബഡ്ജറ്റിൽ ആമുഖമായിട്ട് പറയുവാനുള്ളത്. ഓക്കെ ഡോക്ടർ സമ്പത്ത്, എന്തായാലും അങ്ങയുടെ അഭിപ്രായം നെഗറ്റീവ് ആയിരിക്കുമെന്ന് അറിയാം. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയുടെ കാഴ്ചപ്പാടിൽ കുറച്ചുകൂടി ഒരു അക്കാഡമിക് ഡിസ്കഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ കാണുന്നു? സുരേഷ് ബാബു, ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ചർച്ചയിലെ 3 ചങ്ങാതിമാരും ഞാൻ പറയുന്നതിൻ്റെ നേരെ തലതിരിച്ച് മാത്രമേ അവർക്ക് പറയാനായി കഴിയുകയുള്ളൂ. അവരുദ്ദേശിക്കുന്ന രീതിയിൽ എന്തായാലും എനിക്ക് പറയാനായിട്ട് കഴിയുകയുമില്ല. സുരേഷ് ബാബു തന്നെ പറഞ്ഞപ്പോൾ ഇത് COVID-19 മഹാമാരിയുടെ കാലത്ത് നമുക്കുണ്ടായ ഇടിവിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അല്ല, ഞാൻ CPM ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമായിട്ടല്ല. ഇവിടെ ചില കാര്യങ്ങളിൽ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയാലും സാമ്പത്തിക വിദഗ്ധനായാലും സാമൂഹ്യ വിദഗ്ധനായാലും അതല്ല ഇനി ചീഫ് എഡിറ്റർ ആയിരുന്നാലും ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചില യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം, 2016-17 നമ്മുടെ GDPയുടെ വളർച്ചാ നിരക്ക് 8.3%. ആ 8.3% നിന്ന് 2017-18 ആകുമ്പോൾ 7% താഴ്ന്നു. 2018-19 ആകുമ്പോൾ ഇത് 6.1%, 2019-20 പ്രാഥമിക കണക്കുകൾ പ്രകാരം 4.2% താഴ്ന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ പറയുന്നതായിട്ടുള്ളത്, നമ്മുടെ കണക്കുകൾ പ്രാഥമിക കണക്കുകൾ വന്നിട്ടുള്ളത് വെച്ചിട്ടാണെങ്കിൽ നെഗറ്റീവായി 7.2 7.7 ഏതായാലും അതെന്തായാലും 7-നപ്പുറമാണ്, നെഗറ്റീവായിട്ട് അങ്ങനെ നിൽപ്പുണ്ട്. അത് COVID-19 കാരണമുള്ളത് തന്നെയാണ്. തുടക്കം എവിടെ നിന്നാണ്? തുടക്കം ഡീമോണിറ്റൈസേഷനിൽ നിന്നാണ്. എത്ര കണ്ട് മറച്ചു വയ്ക്കാനായി ശ്രമിച്ചിരുന്നാലും ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തം എന്നത് കാർഷിക മേഖലയും അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുമായിരുന്ന നല്ല ഉണർവും ആ വളർച്ചയും വാസ്തവത്തിൽ അതിന് ഒരു ഇടിവ് അല്ലെങ്കിൽ അതിനൊരു വിഘാതമായി നിന്നത് ഈ ഡിമോണിറ്റൈസേഷൻ കൊണ്ട് അസംഘടിത മേഖലയിലടക്കം ഉണ്ടായ വിഷയങ്ങളാണ്. അന്ന് എന്തായിരുന്നു ചർച്ചകളിൽ? ഞാൻ ഉൾപ്പെടെ ചില ചർച്ചകളിൽ പങ്കെടുത്തപ്പോഴും സുരേഷ് ബാബു അടക്കം ഓർക്കുന്നുണ്ടാവും. അന്ന് ചർച്ചകളിൽ ആദ്യം BJP നേതാക്കളോ BJPയുടെ ആഭിമുഖ്യമുള്ള സാമ്പത്തിക വിദഗ്ധന്മാരോ പറഞ്ഞത് കള്ളനോട്ട് തടയാനാണ്, കള്ളപ്പണം പിടികൂടാനാണ്, വിദേശത്തു നിന്നുള്ള അട്ടിമറി വിധ്വംസക പ്രവർത്തനങ്ങളെ തടയാനാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു? ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു ഇത് ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഹൂസ് ചൈൽഡ് ഇറ്റ് വാസ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തർക്കം പാർലമെന്റിനകത്തും പുറത്തുമെല്ലാം നടന്നു. ഇത് റിസർവ് ബാങ്കാണ് ചെയ്തതെന്ന് ഇന്ത്യ ഗവൺമെൻറ് പാർലമെന്റിലും, ഞങ്ങളല്ല ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് സുപ്രീം കോടതിയിൽ അത് റിസർവ് ബാങ്കും പറഞ്ഞു. എന്തായാലും അതിൻ്റേതായിട്ടുള്ള കാഷ്വാലിറ്റി അത്തരം കാര്യങ്ങളിൽ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ഇനി COVID-19 മഹാമാരിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും COVID-19 മഹാമാരിയുടേതായിട്ടുള്ള ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഈ ചർച്ച പൂർത്തിയാക്കുമ്പോഴും അറിയേണ്ടതായിട്ടുള്ള കാര്യം 22 ലക്ഷത്തിലധികം ആളുകൾ ലോകത്ത് മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കോടിക്കണക്കിന് ആളുകൾക്ക് ഈ ബാധ അതിപ്പോൾ അതിൻ്റെ അടുത്ത ഒരു വരവിലേക്കെല്ലാം പോകുന്നു. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഇളവുകൾ നൽകിയ രാഷ്ട്രങ്ങളിലടക്കം വീണ്ടും അത് ലോക്ക്ഡൗണുകളിലേക്കെല്ലാം പോകുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഈ ബഡ്ജറ്റിനെ ഒറ്റ വാചകത്തിൽ ഞാൻ പറഞ്ഞാൽ
ഇത് ഇന്ത്യ എന്ന രാഷ്ട്രം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. ഞാനത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെപ്പറ്റി പറയാം. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം. ഞാൻ ഒരുപാട് നേരമൊന്നും ഉണ്ടാവില്ല സുരേഷ് ബാബു, കാരണം എനിക്ക് അടുത്ത് വേറൊരു ചർച്ച കൂടി ഉള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്തൊരു കാര്യം സുരേഷ് ബാബുവിന് പറയാൻ പറ്റുമോ? ഈ 2 പൊതുമേഖലാ ബാങ്കുകൾ ഇപ്പോൾ സ്വകാര്യവൽക്കരിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു. ആ പൊതുമേഖലാ ബാങ്കുകൾ ഏത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? 1. 2, നമ്മൾ കടം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് പറയുന്നു. കടമുണ്ട്, ആ കടത്തെ നമ്മളെങ്ങനെ നേരിടും എന്നുള്ളത് കൊണ്ട് കടം ഗവൺമെൻറ് എടുക്കുമ്പോൾ അതൊരു സോവറിൻ ഫംഗ്ഷൻ്റെ ഭാഗമായി തന്നെ അത്തരം പല കാര്യം എന്തിനായി ഇത് ചെലവഴിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് നമ്മുടെ COVID-19 പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിലൊന്നും ഒരു തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അമേരിക്കൻ ഐക്യനാടുകളുടെ മൊത്തം കടം എന്നത് $27 ട്രില്യൺ അപ്പുറമാണ് എന്നുള്ള കാര്യം നമ്മൾ കണക്കാക്കണം. ഏതാണ്ട് അതിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തുല്യമോ അതിനപ്പുറമോ ആയിട്ടുള്ള കടബാധ്യതയിലാണ് ആ രാഷ്ട്രം നിൽക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഇതിൻ്റെ കടത്തിനെ പറ്റി പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നത് എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ അതിനോട് അങ്ങേയറ്റം വിയോജിപ്പ് രേഖപ്പെടുത്തണം. 1 മിനിറ്റ് എടുത്ത് ഈ ഒരു കാര്യത്തിൽ ഞാൻ നിർത്തുകയാണ്. എന്താണെന്നറിയോ, നമ്മുടെ ഈ ചർച്ച ഞാനും കൂടെ ഉള്ളത് 1 മണിക്കൂർ ഞാൻ സുരേഷ് ബാബുവിനോടൊപ്പം ഉണ്ട്. ജനൻ ടി വിയിലെ ഈ ചർച്ച തീർന്നു കഴിയുമ്പോഴേക്കും ഇന്ത്യയിലെ ഒരു ശതകോടീശ്വരൻ അദ്ദേഹത്തിൻ്റെ മൊത്തം ആസ്തിയോടൊപ്പം 90 കോടി രൂപ അതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും. ഈ 1 മണിക്കൂറിനിടയിൽ 90 കോടി രൂപ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചർച്ച എന്താണ്? നമ്മുടെ വളർച്ചാ നിരക്കിൽ ഇടിവുണ്ടായിട്ടുണ്ട്. ആ -7 നിന്ന് നമുക്ക് 11ലേക്ക് പോകണം. ശരി, അതൊരു അംബിഷ്യസ് ആയിട്ടുള്ളൊരു അത്തരത്തിലുള്ളൊരു സ്വപ്നം തന്നെ ആവട്ടെ, നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ. കാര്യങ്ങൾ ശരിയാണ്. നമുക്കിപ്പോൾ 20% നമ്മുടേതായിട്ടുള്ള ഒരു തൊഴിലില്ലായ്മ നിരക്ക് ഈ COVID-19 മഹാമാരിയുടെ കാലത്തുണ്ടായി. അത് നമുക്ക് മുറിച്ച് കടക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ പണം എത്തിക്കേണ്ടതായിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മുതൽ സേലം സ്റ്റീൽ വരെ നമ്മൾ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടാണോ നമ്മളിതെല്ലാം കണ്ടെത്തേണ്ടത്? ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇതിനെ വളരെ ലഘൂകരിച്ച് നമ്മൾ കൊണ്ടുപോകുന്നത് ശരിയല്ല. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമായി പ്രവർത്തിക്കുന്നത് അത്തരത്തിൽ BPCL അടക്കം BPCL എന്ത് കുറ്റം ചെയ്തിട്ടാണ് സുരേഷ് ബാബു സ്വകാര്യവൽക്കരിക്കുന്നത്? അല്ല, ഇനിയിപ്പോൾ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റേത് ഈ ലോകത്തിലെ തന്നെ ഇത്രമാത്രം ക്ലെയിം സെറ്റിൽമെൻറ്റ് അത് പെർസെൻറ്റേജ് വൈസിൽ പോലും നടത്തിയിട്ടുള്ളത് LIC ആണ്. 24 കമ്പനികൾ ഈ LICക്ക് ബദലായി വന്ന് പ്രവർത്തിക്കാനായി ശ്രമിച്ചിട്ട് ആഫീസും പൂട്ടി പോകേണ്ടി വന്നവരാണ്. ജനങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ മറ്റൊന്നിലും. അപ്പോൾ ആ വിശ്വാസത്തിന് ഇവിടെ എന്താ? ഞാൻ ഈ ഒരു പദപ്രയോഗം നടത്തുന്നത് എൻ്റെ പദപ്രയോഗമല്ല, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ വാചകം ഞാൻ കടമെടുക്കുകയാണ്. ഒരു ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആൻഡ് ലീഗൽ പ്ലണ്ടർ നടത്തുന്നതിന് വേണ്ടി പാർലമെൻ്ററി സുപ്രീമസിയെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണോ? അങ്ങനെയാണ് എങ്കിൽ അതിലെനിക്ക് ദുഃഖമുണ്ട് എന്ന് പറയാതെ യാതൊരു നിർവാഹവുമില്ല. ഇത് വാസ്തവത്തിൽ ദ ഹോൾ നേഷൻ ഇസ് ഫോർ സെയിൽ എന്നുള്ള നിലയിലേക്ക് ദയവ് ചെയ്ത് നാം പോകരുത്. അത്തരം കാര്യങ്ങൾ നാം അത് കണ്ടില്ല എന്ന് നടിക്കരുത്. നമുക്ക് തൊഴിലവസരങ്ങൾ വേണം. ആ തൊഴിലവസരങ്ങൾക്ക് ഇതെല്ലാം സ്വകാര്യവൽക്കരിച്ചാൽ എവിടെയാണ് സാമൂഹ്യനീതി? എവിടെയാണ് സാമൂഹ്യനീതി? എവിടെയാണ് ആ ഒരു റീജിയണൽ ഡിസ്പാരൻസി കുറയ്ക്കാൻ കഴിയുക? ഈ പറയുന്നതെല്ലാം സ്വകാര്യവൽക്കരിച്ച് കഴിഞ്ഞാൽ അത് കഴിയുന്നൊരു കാര്യമല്ലല്ലോ. 35% ഈ COVID-19 മഹാമാരിയുടെ കാലത്ത് ഇന്ത്യയിലെ ഒരു 100ഓളം വരുന്ന ശതകോടീശ്വര കുടുംബങ്ങൾ അവരുടേതായിട്ടുള്ള മൊത്തം സ്വത്ത് മൊത്തം സമ്പത്തിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളവരാണ്. 35% ഒറ്റ വർഷം കൊണ്ട്, അല്ലേ? ഇതാണല്ലോ ഓക്സ്ഫാം റിപ്പോർട്ടിലടക്കം വന്നിട്ടുള്ള കാര്യങ്ങൾ. അതിനപ്പുറമായിട്ടുള്ള ഒരുപാട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ഈ കോർപ്പറേറ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ മറ്റു കാര്യങ്ങളിലെല്ലാം പലപ്പോഴും കൊടുത്തിട്ടുള്ള ഇളവുകൾ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഇപ്പോൾ സുരേഷ് ബാബുവിൻ്റെ കയ്യിൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റവന്യൂ ഫോർഗോൺ ഉണ്ടോ? സുരേഷ് ബാബു, ഏതെങ്കിലും പാർലമെൻറ്റ് അംഗത്തിൻ്റെ കയ്യിൽ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റവന്യൂ ഫോർഗോൺ ഉണ്ടോ? അത് വെച്ച് ചർച്ച ചെയ്യാൻ പറ്റുമോ? ഈ കാര്യത്തെ എപ്പോഴേ നിർത്തി ഈ കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിർത്തിയത് യശസ്വരീനായ നമ്മുടെ നേരത്തെ ധനകാര്യമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം, ഞാൻ മരിച്ച ആളുടെ പേരൊന്നും പറയുന്നത് ശരിയല്ലെങ്കിലും ശ്രീ അരുൺ ജെയ്റ്റ്ലിയാണ് പറഞ്ഞത്. ഇതുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ പല ആളുകളും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് മേലാൽ ഇതിന് സഭയുടെ മേശപ്പുറത്ത് വെക്കുന്നില്ല, ഇങ്ങനൊരു കാര്യം വേണ്ട എന്നുള്ള നിലയിലേക്ക് 26 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് വരുന്ന സമയത്ത് 6 ലക്ഷം കോടി രൂപയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റവന്യൂ ഫോർഗോൺ അടക്കം വരുന്ന നിലയിലേക്ക് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇവിടെ ഭവന വായ്പ എടുത്തവരാണോ ഇതിനെല്ലാം കുറ്റവാളികൾ? അല്ല, ഈ ഓട്ടോമൊബൈൽ വായ്പ എടുത്തവർ, വെഹിക്കിൾ ലോൺ എടുത്തവരാണോ? കുട്ടികളുടെ പഠനത്തിനായി വായ്പ എടുത്തവരാണോ ഇവിടെ ഇതെല്ലാം പ്രശ്നക്കാർ? ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിൽ വിവിധ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിട്ട് അത്തരത്തിൽ തിരിച്ചടയ്ക്കാത്തത് സ്ഥിരം ശീലമാക്കിയിട്ടുള്ള വാദിസമ്പന്നരായിട്ടുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള വക്താക്കൾ പറയുകയാണ് ഈ പ്രൈവറ്റ് സെക്ടർ എല്ലാം വലിയ നഷ്ടമാണ്, ഇതെല്ലാം വെറുതെ വെള്ളാനകളാണ്, അതുകൊണ്ട് ഇതെല്ലാം വിൽക്കണം, ഇതെല്ലാം വിൽക്കുമ്പോൾ ഞങ്ങൾ വാങ്ങിച്ചുകൊള്ളാം എന്ന് പറയുകയാണ്. അത്തരത്തിലുള്ള ഏർപ്പാടിലേക്കാണോ നമ്മൾ കാര്യങ്ങൾ പോകേണ്ടത്? അങ്ങനെ അല്ലല്ലോ നമ്മൾ പോകേണ്ടത്. സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതായിട്ടുള്ള 5
ലക്ഷം കോടി രൂപയാണ് GST വിഹിതം ഇനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോഴും ലഭ്യമാകേണ്ടത്. അതിപ്പോഴും ലഭ്യമായിട്ടില്ല എങ്കിൽ ആ സംസ്ഥാനങ്ങൾ അത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള അവരുടേതായിട്ടുള്ള ഭരണഘടനാദത്തമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിൽ എങ്ങനെയാണ് അവർക്ക് മുമ്പോട്ട് പോകാനായി കഴിയുക? ഇത്തരം വിഷയങ്ങളെല്ലാം നമ്മുടെ മുന്നിലില്ലേ? ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ ദേശീയപാത വികസനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതെല്ലാം അത്തരത്തിലുള്ള സഹായങ്ങൾ നൽകട്ടെ, അത് നല്ലത് തന്നെ. അപ്പോഴും ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, കേരളത്തിൻ്റെ റെയിൽവേ സോൺ ഇല്ല, ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇത് നയപരമായ വ്യത്യാസത്തിലുണ്ട്. ആ നയപരമായ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ. ഒരു ബദൽ ഇതിനുണ്ട്, ആ ബദലിലാണ് നമ്മൾ കാണേണ്ടത്. അത് ഞാൻ പറയുന്നതിൽ എന്നോട് ഒരു പരിഭവം സുരേഷ് ബാബു ഞാൻ വിശ്വസിക്കുകയാണ്. ഡിസിൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബാങ്ക് IDBI ആണ്. ഡിസിൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബാങ്ക് IDBI ആണ്. പക്ഷേ ബാക്കി ഈ ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിയിലേക്ക് പോയ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പാസ്പോർട്ട് ഓഫീസുകളുടെ സേവനം ടാറ്റയ്ക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതേ വാദമുഖം ഉന്നയിച്ചതാണ്. പാസ്പോർട്ടിന്റെ സേവനം ടാറ്റാക്കാർ ഏറ്റെടുത്തപ്പോൾ അതിനെക്കാട്ട് നേരത്തെ ഉള്ളതിനെക്കാട്ടി നന്നായിട്ട് നടക്കുന്നില്ലേ? അതെ സുരേഷ് ബാബു, ഞാൻ നന്നായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് പറയട്ടെ. ടാറ്റ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ സംവരണം നൽകിയിട്ടുണ്ടോ? സൈന്യത്തിൽ പോയി വീരമൃത്യു വരിച്ചവരുടെ വിധവ അടക്കമുള്ളവർക്ക് സംവരണം നൽകിയിട്ടുണ്ടോ? കൊടുക്കണം. മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സംവരണം നൽകിയിട്ടുണ്ടോ? സാമൂഹികയുടെ ഭാഗമായി സംവരണേതര വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അവർ നൽകിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. സ്വകാര്യ മേഖലയിൽ സംവരണം വേണം, പട്ടികജാതിക്കാരന് സംവരണം കൊടുക്കണം. അവിടെ ഇത് സംസ്ഥാന ഗവൺമെന്റുകളാണ് എങ്കിൽ കൃത്യമായി ഇതൊന്നും സ്വകാര്യ മേഖലയിൽ നടക്കുന്നില്ല. എൻ്റെ പൊന്ന് സുരേഷ് ബാബു, സ്വകാര്യ മേഖല ഈ പറയുന്ന സാമൂഹ്യ നീതിക്ക് വേണ്ടി ഒന്നും അല്ല അവർ നിലകൊള്ളുന്നത്. സാമൂഹ്യ നീതി ഗവൺമെന്റ്, അത് ഗവൺമെന്റ് ആയിക്കോളൂ എന്നുള്ള നിലയിലേക്ക് മാത്രമേ ഉള്ളൂ. മറ്റിടങ്ങളിലേക്ക് ഇതൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ ഇവിടുത്തെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഇപ്പോൾ HLL ലിമിറ്റഡ് ആണ്. സെന്റിന് 1 രൂപയ്ക്കാണല്ലോ മുമ്പ് ഇന്ത്യ ഗവൺമെന്റിന് ആ വിധത്തിൽ കേരളത്തിലെ സർക്കാർ നൽകിയത്. അറിയാമല്ലോ സുരേഷ് ബാബുവിന് സ്ഥലം എവിടെയാണെന്നുള്ളതിനെ പറ്റി നന്നായിട്ട്, രഞ്ജിത്തിന് നന്നായിട്ട് അറിയാമല്ലോ ഇത് എവിടെയാണെന്നുള്ളതിനെ പറ്റി. എന്താ ഇപ്പോൾ വിൽക്കണമെന്നുള്ള ഇത്ര വലിയ വല്ലാത്തൊരു വാശിയിൽ നിൽക്കുന്നത്? ഇപ്പോൾ നമ്മുടെ തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ ഇതെല്ലാം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ആളുകൾ സൗജന്യമായി നൽകിയിട്ടുണ്ട്. കൊച്ചി തുറമുഖത്തിനും കപ്പൽ നിർമ്മാണശാലയ്ക്കുമെല്ലാം ഭൂമി വിട്ടുകൊടുത്ത കാരണവന്മാരിൽ ചില ആളുകളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വളരെ തുച്ഛമായ വിലയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം വിൽക്കുമ്പോഴത്തേക്ക് വാങ്ങാനായി ചില ആളുകൾ അത്തരത്തിലേക്ക് വരും. അവർ പുതുതായി തുടങ്ങട്ടെ എന്ന്, അവരത്തരത്തിൽ സ്ഥാപനങ്ങൾ ആരംഭിക്കട്ടെ, തൊഴിലവസരങ്ങൾ നൽകട്ടെ, നമ്മുടെ നാട്ടിലെ ഉൽപ്പാദന പ്രക്രിയയിൽ അവർ പങ്കെടുക്കട്ടെ. അതെല്ലാം അതിനുവേണ്ടി അവർക്കുള്ള അവസരങ്ങളും അവർക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പ്രോത്സാഹനവും നമ്മൾ നൽകുകയാണ് വേണ്ടത്. അല്ലാതെ ഇത് നമ്മളെ സംബന്ധിച്ച് ഒട്ടും അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമായി ഞാനിത് കാണുന്നതേയില്ല. നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തന്നെ പറഞ്ഞൊരു കാര്യം 5 മാസങ്ങൾക്ക് മുമ്പ്. നമ്മുടെ കോവിഡ് പ്രതിരോധത്തിന് ഈ രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ ഔഷധ കമ്പനികൾ, അവരെ നാം അഭിനന്ദിക്കണം അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക്. ആ അഭിനന്ദനം കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിൻ്റെ കൂടി ബാധകമാണ് എന്നുള്ള കാര്യം ഓർക്കണം. ഈ പറയുന്ന പൊതുമേഖല ഈ ഔഷധ കമ്പനികൾ, ഞാൻ ഈ റൗണ്ടിൽ അതിൻ്റെ പേര് ഇപ്പോൾ പറയുന്നില്ല, ആ പേര് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന അടുത്ത റൗണ്ടിലേക്ക് അത് എടുക്കാം. എന്താ ഈ ഔഷധ കമ്പനികൾ പലതിനെയും അത്തരത്തിൽ ഇപ്പോൾ നമുക്ക് വിറ്റഴിച്ചേ പറ്റുള്ളൂ എന്ന് ഇപ്പോൾ ധനകാര്യമന്ത്രിക്ക് ഇത്ര വലിയ വാശി അങ്ങനെ വരുന്നത്? പ്രധാനമന്ത്രി പറഞ്ഞതിനും ഘടകവിരുദ്ധമായി ഇത്തരത്തിലുള്ള കാര്യം അത് ദിശാബോധമില്ലായ്മയാണെന്നോ അല്ലെങ്കിൽ ഇതൊരു വലതുപക്ഷ ദിശയിലേക്കുള്ള ഈ COVID-19 മഹാമാരിയുടെ കാലത്ത് തന്നെ ഇതിനെ ഒരു അവസരമായി കാണുക എന്നുള്ളതാണോ എന്നൊക്കെ ഉള്ളത് മറ്റൊരു കാര്യം. ഞാൻ കൂടുതൽ രാഷ്ട്രീയത്തിലേക്കൊന്നും കിടക്കുകയില്ല. എൻ്റെ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ നയത്തോടുള്ള വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇക്കാര്യങ്ങളിൽ കുറച്ചുകൂടി സുചിന്തിതമായിട്ടുള്ള കാര്യങ്ങൾ. കോവിഡിൻ്റെ വാക്സിൻ സൗജന്യമായി എല്ലാവർക്കും കൊടുക്കുമോ, അതല്ല സബ്സിഡിയോടുകൂടി കൊടുക്കുമോ? എന്താ ഇതിനെ സംബന്ധിച്ചുള്ളൊരു അഭിപ്രായം ഇതിനകത്ത് പറയുന്നില്ല? ധനകാര്യമന്ത്രി തന്നെ ഇപ്പോൾ കുറച്ച് നേരത്തെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കണ്ടേ? എങ്ങനെ ലഭ്യമാക്കുന്നു അതിനെ സംബന്ധിച്ച് പറയണ്ടേ? അപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. മറ്റു കാര്യങ്ങൾ നമുക്ക് പറയാം, നമുക്ക് 3 കൊല്ലം കൊണ്ട് ഇത്തരത്തിലുള്ള വികസനം ഉണ്ടാക്കുന്നതിന് മറ്റു കാര്യങ്ങൾക്ക് ഇതൊക്കെ ശരിയാണ്. അത്തരം കാര്യങ്ങൾ, ശുദ്ധമായ വായു, ശുദ്ധജലം അതെല്ലാം ലഭ്യമാക്കുന്നത് എന്നുള്ളത്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു വല്ലാത്തൊരു ഒരു ഡാർക്ക് ഹോളിൽ നിന്ന്, ഈ പറയുന്ന ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു അന്ധകാരനാഴിയിൽ നിന്ന് നമുക്ക് പുറത്ത് കടന്നല്ലേ മതിയാവൂ. അവിടെ അകപ്പെട്ടു പോയ സഹോദരങ്ങളെ കൂടി നമുക്ക് അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നല്ലേ പറ്റുള്ളൂ. അതിനാവശ്യമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി അക്കാര്യങ്ങളിൽ ഉള്ള സഹായങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഓക്കെ, ഒരിടവേളയ്ക്ക് ശേഷം അടുത്ത അതിഥികളിലേക്ക് വരാം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, സമ്പത്ത് ഇവിടെ ഉന്നയിച്ച കാര്യങ്ങൾ അത് കാര്യമാത്ര പ്രസക്തമാണ്, മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുമ്പോൾ വേവലാതി പൂളുന്ന സമ്പത്ത്
ബോൾഗാട്ടി പാലസ് യൂസഫ് അലിക്ക് കൊടുത്തപ്പോഴും കോവളം കൊട്ടാരം രവി പിള്ളയ്ക്ക് കൊടുത്തപ്പോഴും മിണ്ടിയിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഇതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്, എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ഡോക്ടർ സംത്ത് വളരെ വ്യക്തമാക്കി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയുടെ നയം അയച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന് ആ ലൈനെ എടുക്കാനൊക്കെ ഉള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പം നാച്ചുറലി അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യം 2014 മുതൽ പറയുന്നതും അത് പാർട്ടിയുടെ നയമാണ്. അത് BJPയുടെ NDAയുടെ നയമാണ് അവർ പറയുന്നത്. മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേണൻസ് എന്നുള്ളതാണ്. അപ്പം നാച്ചുറലി അതൊരു പ്രൈവറ്റൈസേഷനും അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പും ഒക്കെ ആ ഒരു ഗവൺമെൻറ് നയം തന്നെയാണ്. നമുക്കറിയാം ഈ പറയുന്ന PWD പോലും ഒരു റോഡ് നിർമ്മാണം നടക്കുമ്പോൾ ഒരു പ്രൈവറ്റ് കോൺട്രാക്ടറാണ് അത് ചെയ്യുന്നത്. അല്ലാതെ PWD എഞ്ചിനീയേഴ്സോ സംവരണമുള്ള തൊഴിലാളികളോ ഒന്നും അല്ല അവിടെ വന്നിരുന്ന് റോഡ് ചെയ്യുന്നത്. അപ്പം ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ രീതിയിലുള്ള വളരെ ശക്തമായ ഒരു രീതി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് പക്ഷേ സമ്പത്ത് ചൂണ്ടിക്കാണിച്ച കാര്യം നിരാകരിക്കാനാവില്ല. പട്ടികജാതി പട്ടികവർഗക്കാരുടെ കാര്യത്തിലും അല്ല, അത് ഈ പറയുന്ന പോലെ ഊരാളുങ്കൽ സൊസൈറ്റി ഇന്ന് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എത്ര പേർക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്? അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അതിനകത്തൊരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന് എന്താ പറയാനുണ്ട്? പറയൂ സമ്പത്ത്. വേണ്ട, അങ്ങനെ തുടരാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനകത്ത് അദ്ദേഹം ഒഴിവിക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് ഒരു പോളിസി മാറ്ററായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഒരു നയം അദ്ദേഹം എതിർക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനോടൊരു യോജിപ്പില്ലാത്ത ഒരു രീതിയാണ് ഈ പ്രൈവറ്റൈസേഷൻ. പക്ഷെ നമുക്കറിയാം ഈ ലോകത്തുണ്ടായിരുന്ന എല്ലാ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമുണ്ടായിരുന്ന കൺട്രീസിലും ഈവൻ ചൈന നോക്കിയാൽ പോലും ഭീകരമായുള്ള പ്രൈവറ്റൈസേഷനും പ്രൈവറ്റ് എൻറ്റിറ്റിയുമായിട്ടുള്ള ഒരു കൊളാബറേഷനും ഒക്കെ നടന്നിട്ടാണ് അവരുടെ ഒരു വലിയ രീതിയിലുള്ള വികസനം നടന്നിട്ടുള്ളത്. കാരണം ഷാങ്ഹായ് അടക്കമുള്ള ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത മേഖലയായിട്ടാണ്. അപ്പം ഇത് പറയുന്നതിനകത്ത് ഈ പറയുന്ന ഒരു തിയറി പറയാമെന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ ആ ഒരു തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ പ്രൈവറ്റൈസേഷൻ ഇപ്പം നേരത്തെ പറഞ്ഞു LIC പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്ക് വിൽപ്പനയോ, ഇന്ന് നമുക്കറിയാവുന്നത് LICയുടെ ഒരു IPO കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പബ്ലിക്കിന് ഇൻട്രസ്റ്റ് റേറ്റ്സും മറ്റുമൊക്കെ താഴോട്ട് പോകുന്ന സമയത്ത് ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. വളരെ നന്നായിട്ട് നടക്കുന്ന ഒരു സെക്ടറിൽ, ഇൻഷുറൻസ് സെക്ടറിൽ വരുന്ന ഒരു ഏറ്റവും നല്ല കമ്പനി, ഇന്ത്യയിലുണ്ടാകുന്ന ഏറ്റവും നല്ല കമ്പനി, ഞാൻ ഗവൺമെൻറ്റും പബ്ലിക്കും തമ്മിൽ ഡിഫറൻ്റ് ആയിട്ടൊന്നും വിചാരിക്കുന്നില്ല. അംബാനിയോ അദാനിയോ ഈ പറയുന്ന ഒരു വിദേശ ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനകത്ത് പ്രൈവറ്റ് എൻ്റർപ്രൈസ് വളർന്ന രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ രീതിയിൽ നേട്ടം കൈവരിച്ച. ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് നടന്നിട്ടുള്ള രാജ്യങ്ങളൊന്നും ഒരു തലത്തിനോട് അപ്പുറത്ത് പോയിട്ടില്ല. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറയുന്ന എയർപോർട്ടിൻ്റെ പ്രൈവറ്റൈസേഷൻ ചെയ്തു. ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ്, അസറ്റ് കൈമാറ്റം ചെയ്തിട്ടില്ല. അതിൻ്റെ O&M മാറ്റി അതിൻ്റെ ഈ പറയുന്ന ഒരു റെഡ് ടേപ്പിസത്തിൽ നിന്നുമൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത് നമ്മളെല്ലാവരും, ഇപ്പം എനിക്കറിയാം സമ്പത്തും ഒക്കെ ട്രാവൽ ചെയ്യുന്നതാണ് ഒരുപാട്. അപ്പോൾ അതിനകത്തുള്ള ബുദ്ധിമുട്ട്, നമുക്കൊരു എയർ ഇന്ത്യ ആണോ ചൂസ് ചെയ്യുന്നത് അദ്ദേഹം, അതൊരു പ്രൈവറ്റ് എയർലൈനാണോ ചൂസ് ചെയ്യുന്നത്? അദ്ദേഹം എയർ ഇന്ത്യയിൽ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ, ഗവൺമെൻറ് അങ്ങനെയൊക്കെ. അതിൽ നമ്മുടെ ഈ KSRTC വരെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സർവീസ്, ഒരു സാധാരണക്കാരൻ ഈ പറഞ്ഞ ചാനൽ ചർച്ചകളിലൊക്കെ നമുക്കിരുന്ന് ഈ വലിയ കാര്യങ്ങൾ പറയാനൊക്കുമെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റും അത് കിട്ടുന്ന ഒരു സർവീസ് ക്വാളിറ്റിയും ഡെഫിനറ്റായിട്ടും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ഗവൺമെൻറ് നയം തന്നെയാണ്. ആ നയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള ഈ പറയുന്ന ഒരു പ്രൈവറ്റൈസേഷനോ അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോ ഒക്കെ ഒരു ശരിയായ നയമല്ല എന്ന് പറയുന്നത്. അതിനൊരു വേരിയേഷൻ ഉണ്ടാകാം, അല്ല ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മോണിറ്റൈസ് ചെയ്യാനുള്ള വേറെ റൂൾസ് എന്താണ്, അതിനെപ്പറ്റി ആൾട്ടർനേറ്റ് ഐഡിയാസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ട് നിൽക്കുന്ന പബ്ലിക് സെക്ടറിൽ നമ്മൾ ഇതുപോലുള്ള ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വന്നാൽ മാത്രമേ അതിൻ്റെ സർവീസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ, അതേക്കുറിച്ച് കുറച്ചുകൂടെ വിദഗ്ധമായൊരു അഭിപ്രായം ഒരുപക്ഷെ ഡോക്ടർ വിനീത ഹരിഹരന് പറയാൻ കഴിയും. ഡോക്ടർ സമ്പത്തിൻ്റെ അഭിപ്രായത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു, ഡോക്ടർ വിനീത? Yeah, definitely. It's high time to change our perspectives. Very creative and innovative budget ആണ് ഞാൻ പറയുന്നത്.
asset monetization പറഞ്ഞ tools it's already adopted all over the world. കുറെ കാലങ്ങളായിട്ട് അവർ അഡോപ്റ്റ് ചെയ്ത ഒരു ടൂൾ ആണ് ഇത്. This is the way to generate revenue. നമ്മുടെ ഒക്കെ ഡെഡ് അസറ്റ്സ് ആയിട്ട് കിടക്കുകയാണ്, കുറെ ലാൻഡ് ഇങ്ങനെ വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ് within public sector units. But at the same time it is protecting the national interests as well. ഈ areas of atomic energy, space, banking, insurance, defense, transportation, power and petroleum. ഇതില് പറഞ്ഞോളൂ. And only in the other sectors they would be opening it up to the private sector. So this is a very carefully calibrated ഒരു disinvestment policy ആണ്. So it's കുറെ കാലങ്ങളായിട്ട് ഇത് പറയാൻ തുടങ്ങിയിട്ട് ഒരു ഇതാണ്. പണ്ടത്തെ ഗവൺമെന്റിലും ഇത് പറഞ്ഞ ഒരു കാര്യങ്ങളാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്. ഇപ്പൊ തന്നെ സെൻസെക്സിന്റെ ഒരു റിയാക്ഷൻ കണ്ട, ബഡ്ജറ്റിന്റെ ഒരു റിയാക്ഷൻ, സെൻസെക്സ് ഇസ് റാലി ടുഡേ. ഈവൻ ദ പബ്ലിക് സെക്ടർ ബാങ്ക്സ് അവരുടെ ഒരു പ്രൈവറ്റൈസേഷൻ അനൗൺസ് ചെയ്തിട്ടും അവരുടെ റാങ്കിങ്ങും ഇറ്റ് ഹാസ് മൂവ്ഡ് അപ്പ് ഇൻ ദ സെൻസെക്സ്. That itself shows the market reaction. നമുക്ക് അത് ഗേജ് ചെയ്യാൻ പറ്റും. പിന്നെ മാക്സിമം ഗവർണൻസ്, മിനിമം ഗവൺമെന്റ്, ഇത് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് 20 കൊല്ലങ്ങളായി. ഞാൻ പബ്ലിക് പോളിസി അർബൻ പ്ലാനിംഗ് പഠിക്കാൻ തുടങ്ങി 97ലാണ് ഗ്രാജുവേഷൻ ചെയ്തത്. അപ്പൊ തൊട്ട് നമ്മൾ പഠിക്കുകയാണ് ഈ ഒരു പോളിസി ദാറ്റ് ഗവൺമെന്റ് ഷുഡ് ബി ഓൺലി എ റെഗുലേറ്റർ, ഓൺലി എ ഫെസിലിറ്റേറ്റർ. ലെറ്റ് ദ പ്രൈവറ്റ് സെക്ടർ ഡു let the private sector operate, let the private sector manage. അപ്പോഴാണ് നമുക്ക് എഫിഷ്യൻസി. അല്ല, പക്ഷേ ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാണിച്ചതിനെ എങ്ങനെ കാണുന്നു? ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാണിച്ച സാമൂഹിക പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് പട്ടികജാതി പട്ടികവർഗക്കാർക്കോ അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിച്ച അല്ലെങ്കിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന കാര്യം, ഈ തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ സ്വകാര്യ മേഖല വേണ്ട രീതിയിൽ സഹകരിക്കില്ല എന്നാണ് ഡോക്ടർ സമ്പത്ത് പറഞ്ഞത്. അല്ല, ആ മേഖലകളിൽ വി ആർ നോട്ട് ഇൻവൈറ്റിംഗ് പ്രൈവറ്റ് സെക്ടർ. ആ സെക്ടേഴ്സ് നമ്മൾ പ്രൈവറ്റ് സെക്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. പ്രൈവറ്റ് സെക്ടർ അസറ്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ റവന്യൂ നമ്മൾ we are trying to garner revenue from the private sector, and നമ്മൾക്ക് ആ സ്കീംസിന് കുറെ സ്കീംസ് ഗവൺമെന്റിന്റെ ഉണ്ട്. ഇപ്പൊ തന്നെ PM ആത്മനിർഭർ സ്വസ്ഥ് യോജന 65,000 crore യോജന അനൗൺസ് ചെയ്തിട്ടുണ്ട് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ഉണ്ട്, റോഡ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും. ഒരുപാട് 5 lakh crore ഒരു ബഡ്ജറ്റ് അനൗൺസ്മെന്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ്. ഇങ്ങനത്തെ പ്രോഗ്രാംസിലൊക്കെ എല്ലാ നാഷണൽ പ്രോഗ്രാംസിലും ദർ ഇസ് വൾനറബിൾ പോപ്പുലേഷന് വേണ്ടിയിട്ട് ഒരു അലൊക്കേഷൻ ഉണ്ട്, സ്പെസിഫിക് അലൊക്കേഷൻ ഉണ്ട്. നോട്ട് ഓൺലി വൾനറബിൾ പോപ്പുലേഷൻ, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, ഹിമാലയൻ റീജിയൻ, അങ്ങനത്തെ ബാക്ക്വേർഡ് റീജിയൻസിന് വേണ്ടിയിട്ടും specific allocations in the government budgets. So okay, do the job what it has to do, but the private sector, let them also come into the picture. Our profits matram gain ചെയ്തിട്ട് അവർക്ക് അവരുടെ എംപ്ലോയീസിന് മാത്രം എന്തിനാ അവർ സെർവ് ചെയ്യുന്നത്? Let them also contribute to nation building. ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരാം. വീണ്ടും ചർച്ചയിലേക്ക് നമ്മളോടൊപ്പം ഡോക്ടർ മേരി ജോർജും ഇപ്പോൾ ചേരുന്നു. ഡോക്ടർ മേരി ജോർജ്, നമ്മൾ അഡ്വക്കേറ്റ് ഡോക്ടർ സമ്പത്ത് ഇപ്പോൾ വച്ചിരിക്കുന്ന ഒരു പോയിൻ്റാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ ബജറ്റ് ഇന്ത്യയെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് നൽകുന്നത് എന്നാണ് ഡോക്ടർ സമ്പത്തിൻ്റെ വിമർശനം. കുറച്ച് രാഷ്ട്രീയം ഉണ്ടെങ്കിലും അതിനെ എങ്ങനെ കാണുന്നു ഡോക്ടർ മേരി ജോർജ്? സാധാരണ ഡോക്ടർ സമ്പത്ത് കാര്യങ്ങളെ സമഗ്രതയിൽ ആഴത്തിലും വീക്ഷിക്കുന്നയാളാണ്. എങ്കിൽ തന്നെയും ഇക്കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ഒരു പരിധി വരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് ജോലി സാധാരണ ബിസിനസ് ചെയ്യുകയല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും. കാരണം ചരിത്രാതീത കാലം മുതലേ ഗവൺമെൻറ്റ്സ് തുടങ്ങിയ കാലം മുതൽ തന്നെ ലോ ആൻഡ് ഓർഡർ, അങ്ങനെ ഭരണനിർവഹണമാണ്, എക്സ്റ്റേണൽ സെക്യൂരിറ്റി, ലോ ആൻഡ് ഓർഡർ, ഇതൊക്കെയാണ് ഗവൺമെൻറ്റുകൾക്ക് നമ്മൾ വകവെച്ചു കൊടുക്കുന്ന കടമകൾ. പിന്നെ ഇന്ത്യൻ ഇക്കോണമി ഒരു മിക്സഡ് ഇക്കോണമി ആയിരുന്നു. ആരംഭ കാലഘട്ടത്തിൽ പബ്ലിക് സെക്ടറിലായിരുന്നു പരമപ്രധാന വ്യവസായങ്ങളൊക്കെ. അതിനെ തീർച്ചയായിട്ടും ഞാൻ ന്യായീകരിക്കും. കാരണം അന്ന് ശൈശവാവസ്ഥയിലായിരുന്ന ഒരു ഇക്കോണമി, അതായത് നമ്മൾ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ സർവ്വവിധേനയും കൊളോണിയൽ ചൂഷണത്തിന് വിധേയമായി താറുമാറായി
പോയ ഒരു ഇക്കോണമിയായിരുന്നു. ആ ഇക്കോണമിയെ ഒരു വികസന പാതയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ഫണ്ടമെൻ്റൽസൊക്കെ ഒരുക്കി കൊടുക്കുക എന്ന് പറയണ വളരെ ശ്രമകരമായ ഒരു ദൗത്യമുണ്ടായിരുന്നു. ആ സമയത്ത് പബ്ലിക് സെക്ടറിന് അതിൻ്റേതായ റോൾ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് അത് ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ. അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ മിക്സഡ് ഇക്കോണമി വിഭാവന ചെയ്തത്. ആ മിക്സഡ് ഇക്കോണമിയുടെ പാതയിലൂടെ തന്നെ 1990 വരെ നമ്മൾ പോന്നു. 90 ആയപ്പോഴേക്കും നോക്കണം, ഈ മിക്സഡ് ഇക്കോണമിയിൽപ്പെട്ട സമ്പദ്ഘടന, അതായത് ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിടിച്ചു നിർത്താൻ വേണ്ടി എല്ലാ ബജറ്റിലും കണ്ടമാനം പണം വകകൊള്ളിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ കടക്കണിയിലേക്ക് പോകുന്നത്. അത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് കൊണ്ട് മാത്രമല്ല, മറ്റു പല കാരണങ്ങളാലും. ആ സമയത്താണ് നമ്മൾ LPG ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ആഗോള വിപണിയും ആഗോള തരത്തിൽ മത്സരസജ്ജമായ ഒരു ഇക്കോണമിയാണ് വിഭാവന ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം 1996ലാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ കൊണ്ടുവരുന്നത്. അങ്ങനെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മീഷൻ കൊണ്ടുവന്നതിന് ശേഷം അപ്രധാന മേഖലകളിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറാൻ തുടങ്ങി. അങ്ങനെ അപ്രധാന മേഖലകൾ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ചെയ്തതല്ലോ, അല്ല, തീർച്ചയായിട്ടും അല്ല. അപ്രധാന മേഖലകളിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറാൻ തുടങ്ങി. അങ്ങനെ പിന്മാറിയത് സാധാരണ രീതിയിൽ, അതായത് ഗവൺമെൻറ് തന്നെ ആ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കേണ്ട ആവശ്യമില്ല. അത്തരം സാഹചര്യങ്ങളിലുള്ള അത്തരം ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് ഗവൺമെൻറ് പിൻവലിയാൻ തുടങ്ങിയത്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നീട്, അതായത് ഇപ്പോൾ ഞാനും എതിർക്കുന്ന ചില മേഖലകളുണ്ട്. അതായത് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചെന്നെത്തി നിൽക്കുന്നത് ഇപ്പോൾ BPCL പോലെ വളരെ പ്രധാനപ്പെട്ട പബ്ലിക് യൂട്ടിലിറ്റീസിലേക്കാണ്. പക്ഷേ അതുപോലും ഇനി വരും കാലങ്ങളിൽ ഒരു പക്ഷേ ഇപ്പോഴേ വിൽക്കുകയാണ്, പ്രൈവറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനും അതിൻ്റേതായ നയതന്ത്രജ്ഞത കാണും. എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഗൾഫ് കൺട്രീസിൻ്റെയൊക്കെ ചരിത്രം നോക്കുന്നുണ്ട്, സാമ്പത്തിക അവസ്ഥ നോക്കുന്നുണ്ട്. അവരൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഹൈലി പൊള്യൂട്ടിംഗ് ആണ് എന്ന കാരണം കൊണ്ട് തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ബദലായിട്ടുള്ള എനർജി സോഴ്സസ് ഇപ്പോൾ ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനർജി സോഴ്സസ് എല്ലാം കണ്ടെത്തി, സോളാർ പോലെ മറ്റ് ലെസ് പൊള്യൂട്ടൻ്റ് ആയിട്ടുള്ള എനർജി സോഴ്സസ് കണ്ടെത്തുമ്പോഴേക്ക് ഗൾഫിൻ്റെ ഇനി വരും കാലം എങ്ങനെ? അപ്പോൾ അവരങ്ങനത്തെ ആൾട്ടർനേറ്റീവ് സോഴ്സസിലേക്ക് മാറാനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമത്തിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ഇത്തരം ഈ BPCL പോലെയുള്ള കമ്പനികളാണെങ്കിൽ പോലും ഡിസ്ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, പ്രൈവറ്റ് സെക്ടർ അതിനെ വേണ്ട രീതിയിൽ വയബിളാക്കി കൊണ്ടുപോയിക്കോളും, അതിനെ മറ്റു മേഖലകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അതേ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരുന്നാൽ വലിയ ഒരു ടോട്ടൽ ലോസ് ആയിരിക്കും ഗവൺമെൻറ് അതിൽ നിന്നുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ തരത്തിൽ വളരെ വ്യാപ്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണെങ്കിൽ ആ കാഴ്ചപ്പാടിനെ നമ്മൾ മാനിക്കണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓക്കെ ഡോക്ടർ സമ്പത്ത്, അങ്ങേക്ക് മറുപടി പറയാം. ഒന്നാമത്തത് ഞാൻ സുരേഷ് ബാബുവിനോടുള്ള എല്ലാ സ്നേഹത്തോടും കൂടി ഞാൻ പറയുകയാണ്. സുരേഷ് ബാബു ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഒരു ഹോട്ടലുകളുമായി ബന്ധപ്പെട്ട ബോൾ കട്ടിങ് കോളവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൻ്റെ പറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യ ടുഡേ തന്നെ ദി ഗ്രേറ്റ് ഹോട്ടൽ റോബറി എന്ന പേരിൽ അവരുടേതായ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അത് മുഴുവനൊന്ന് സുരേഷ് ബാബു തന്നെ മനസ്സിരുത്തിയൊന്ന് വായിച്ചാൽ മതി. ആദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ദ മിനിസ്റ്റർ ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത് എപ്പോഴെന്ന് അറിയാമല്ലോ, അരുൺ ഷൂറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന്, പ്രൈവറ്റൈസ് ഫാസ്റ്റ്, ദ ഡിലേ ഈസ് നെയ്തർ ഗുഡ് ഫോർ ദ കമ്പനി നോർ ഫോർ ദ കൺട്രി എന്നൊക്കെ പറയും. എത്രയും പെട്ടെന്ന് ഇത് വിൽക്കണം എന്നുള്ള നിലയായിരുന്നു. ഈ രഞ്ജിത്തതിൽ ഇരിപ്പുണ്ട്, എൻ്റെ ചങ്ങാതിയാണ്. രഞ്ജിത്തിനെ നന്നായിട്ട് അറിയാം. അതിനകത്ത് ബുക്ക് വാല്യൂ കൂട്ടലും കുറയ്ക്കലും അതിനകത്തൊരു ഏർപ്പാടുണ്ട്. അത് അവരുടെ ഒരു നല്ല കളിയാണ്. എ ഗെയിം ആസ് ഓൾഡ് ആസ് ആൻ എംപയർ എന്ന് പറയുന്നത് പോലുള്ളൊരു ഏർപ്പാടാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഇനിയിപ്പോൾ അടുത്ത് ഡൽഹിയിൽ അവിടുത്തെ ഹോട്ടൽ അശോക അടക്കം ഇത് പല ആളുകളും കണ്ണ് നട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തെ സംബന്ധിച്ച്. ഞാനിപ്പോൾ ഹോട്ടലിൻ്റെ കാര്യത്തിലുള്ളതിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ പ്രൊഫസർ മേരി ജോർജ് ടീച്ചർ പറയുന്നത്, ടീച്ചർ ഞാനുമായിട്ടൊരു ചർച്ചയിൽ ഇന്ന് എവിടെയെങ്കിലും ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല, ഇപ്പോൾ നമ്മുടെ ഇതിലാണ് കണ്ടത് സന്തോഷം. ഈ കാര്യത്തിൽ ടീച്ചർ പറഞ്ഞ് ചില കാര്യങ്ങൾ ടീച്ചർ ഭാഗികമായി എന്നോട് യോജിക്കുകയുണ്ട്, ചില കാര്യങ്ങൾ ടീച്ചർ വിയോജിക്കുകയും ചെയ്തു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ടീച്ചർ ഇപ്പോൾ നമ്മൾ ഈ സ്വകാര്യ ആശുപത്രികളെ നമ്മളെല്ലാവരും പലപ്പോഴും ഈ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി ആശ്രയിക്കാറുണ്ട്.
പ്രായമേറിയവർക്ക് വേണ്ടിയും കൂട്ടിരിപ്പുകാരാണ് തീരുമാനിക്കാറ് സ്വകാര്യ ആശുപത്രികൾക്ക്. ഒരു ഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് തന്നെ നമ്മളിൽ നിന്ന് ഊറ്റിയെടുക്കുക. നല്ല എഫിഷ്യൻറ്റ് സർവീസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വിളിച്ചു പറഞ്ഞാൽ മതി, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണമെല്ലാം കൂട്ടിരിപ്പുകാർക്ക് അവിടെ എത്തിക്കും. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളാനാണ് പറയുന്നത്. ഡൽഹിയിലൊക്കെ ആണെങ്കിൽ അവസാനമാകുമ്പോൾ എയിംസിലേക്ക് കൊണ്ടുപോയിക്കോളാനാണ് പറയുന്നത്. ഈ അവസാനം വരെ നമ്മുടെ ഈ കൂട്ടിരിപ്പുകാരുടെ കാര്യത്തിനല്ല അവിടെ ഒന്നും തന്നെ ഈ സ്വകാര്യ ആശുപത്രി എഫിഷ്യൻസിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഇവിടെ ഒരു ബാങ്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം ഫോണിൽ വിളിച്ചിട്ട് വളരെ മധുരമനോജ്ഞമായിട്ടുള്ള ആ അപ്പുറത്തു നിന്നുള്ള സ്വരം അത് അത്തരത്തിൽ നമ്മളെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നത് പോലെയുള്ള ഒരുപാട് ഈ വളരെ ഈ പലിശ നിരക്കെല്ലാം പറയുമായിരുന്നു. ICICI എന്നാണ് അതിൻ്റെ പേര്, ഓർമ്മയുണ്ടല്ലോ. ICICI ബാങ്ക് പൊളിഞ്ഞ് പാപ്പരായി പോകുന്നൊരു നിലയിലേക്ക് വന്നപ്പോൾ അന്ന് ചിദംബരം ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പറഞ്ഞത്, ഒറ്റ രാത്രി കൊണ്ട് 1000 കോടി രൂപ അന്ന് പമ്പ് ചെയ്യണം എന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കാണ് ഞാൻ പറഞ്ഞത്. 1000 കോടി രൂപ ഒറ്റ രാത്രി കൊണ്ട് പമ്പ് ചെയ്യാൻ SBI ഉണ്ടായിരുന്നത് കൊണ്ട് ICICI ബാങ്കുകളിലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും വീട്ടിൽ കയറി ആളുകൾ തല്ലിയില്ല. അവരുടെ വിലപ്പെട്ട സമ്പാദ്യമാണ് ഈ ബാങ്കിൽ ഇല്ലാതാകുന്നത്. യെസ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ കഥ അറിയാമല്ലോ, നല്ല എഫിഷ്യൻസിയാണ് അത്തരം കാര്യങ്ങളിൽ. ഇവിടെ വാസ്തവത്തിൽ എന്താണ്, പൊതുമേഖലയിൽ എഫിഷ്യൻസി എന്നുള്ളത് അത് നടപ്പാക്കാൻ കഴിയുന്നത് തന്നെ KSDP തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഉദാഹരണം. 24 മണിക്കൂറും ജീവനക്കാർ പണി ചെയ്യുകയും അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചതും വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം കയറ്റുമതി ചെയ്തതും ഉൾപ്പെടെ 7.13 കോടി രൂപയുടെ അറ്റാദായം അത്തരത്തിൽ നേടാൻ കഴിഞ്ഞുവെങ്കിൽ അത്ഭുതങ്ങൾ സ്വയം ഉണ്ടാകുന്നതല്ല, നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത്, ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കലാണോ ഒരു ഗവൺമെൻറ്റിൻ്റെ സോവറിൻ ഡ്യൂട്ടി? ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന വേറൊരു കാര്യമുണ്ട്. NGOസിൻ്റെ സഹായത്തോടുകൂടി, സർക്കാരിതര സംഘടനകളുടെ സഹായത്തോടുകൂടി 100 സൈനിക സ്കൂളുകൾ ആരംഭിക്കുമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ സ്വകാര്യവൽക്കരണം, ആ സ്വകാര്യവൽക്കരണത്തിൻ്റെ മറവിൽ ഇനി വേറെ എന്തെല്ലാം വൽക്കരണം വരുന്നു എന്നുള്ളത് കണ്ടറിയണം. ഇവിടെ ഈ പട്ടാളത്തിലേക്ക് നമ്മൾ സ്വകാര്യവൽക്കരണം വരെ കൊണ്ടുവരികയാണോ എഫിഷ്യൻസിയെ സംബന്ധിച്ച്? അങ്ങനെയാണെങ്കിൽ പൊതുമേഖലയിലും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുമാണ് എഫിഷ്യൻസി. അങ്ങനെ അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ പറയുന്നതിൽ ദയവായി എന്നോട് ക്ഷമിക്കണം, ഞാനും തൊഴിലുകൊണ്ട് അഭിഭാഷകനാണ്. നമ്മുടെ ജുഡീഷ്യറി എഫിഷ്യൻസി പ്രൈവറ്റൈസ് ചെയ്താൽ വർദ്ധിക്കുമോ? ഇന്ത്യയുടെ പട്ടാളത്തിൻ്റെ എഫിഷ്യൻസി പ്രൈവറ്റൈസ് ചെയ്താൽ വർദ്ധിക്കുമോ? ഈ പോലീസിൻ്റെ എഫിഷ്യൻസി പ്രൈവറ്റൈസ് ചെയ്താൽ വർദ്ധിക്കുമോ? അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പഴയ സോവറിൻ ഫങ്ഷൻസ് മാത്രമല്ല, ഈ COVID-19 മഹാമാരിയുടെ കാലത്ത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ താഴെ തട്ട് വരെ എത്തുമ്പോഴാണ് ജനങ്ങൾക്ക് പ്രതീക്ഷയും ആശ്വാസവും എല്ലാം ലഭ്യമാകുന്നത്. അല്ലാതെ ഗവൺമെൻറ് ലോ ആൻഡ് ഓർഡർ മാത്രമായിട്ടാണ് ഞങ്ങളുടെ ചുമതല എന്നുള്ള നിലയിലാണെങ്കിൽ ഇറ്റ് വിൽ ബി അട്ടർ കയോസ്. ഈ പറഞ്ഞ പോലെ ഈ കാലത്തൊക്കെ ആരെയും പിടിച്ചു പറിക്കുന്ന നിലയിലേക്കെല്ലാം കാര്യങ്ങൾ എത്തിപ്പോവും. കാരണം കഴിക്കാൻ ഭക്ഷണമില്ല, എൻ്റെ കയ്യിൽ പണമില്ല, എനിക്ക് ജീവിക്കണം എന്നുള്ള നിലയിലേക്ക് മാനസികാവസ്ഥയിലേക്ക് മനുഷ്യരെത്തിയാൽ എങ്ങനെ ഇരിക്കും? വാസ്തവത്തിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഹൗസുകൾ അവർ വാസ്തവത്തിൽ ഈ COVID-19 മഹാമാരിയുടെ കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മറ്റുള്ളവരുടെ പണം അവരിലേക്ക് സൈഫണിങ് നടത്തൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ടീച്ചർ വന്നപ്പോൾ അല്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞതാണ് എങ്കിലും 35% തങ്ങളുടെ ആസ്തിയിലേക്ക് ഒരു വർഷം കൊണ്ട് മാത്രം കൂട്ടിച്ചേർക്കാൻ ഇന്ത്യയിലെ അതിസമ്പന്നർക്ക് കഴിയുകയും ആ അതിസമ്പന്നർക്ക് ഗുണകരമായ നിലയിലേക്ക് നമ്മൾ നയങ്ങൾ രൂപീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അതെങ്ങനെയാണ് നമുക്ക് കഴിയുക? ഇവരുടേതായിട്ടുള്ള ഈ കൂട്ടിച്ചേർക്കപ്പെട്ട തുക മാത്രം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് 10 വർഷക്കാലത്തേക്കുള്ള തുക ഈ ഒരു വർഷം കൊണ്ട് ഇവർ 3 ട്രില്യൺ ഇന്ത്യൻ രൂപ ആ വിധത്തിൽ അവർക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു എന്ന് എല്ലാ എഫിഷ്യൻസി കൊണ്ട് മാത്രം സംഭവിച്ചാണോ ഇതെല്ലാം? അങ്ങനെയൊന്നും അല്ലല്ലോ. യമനിൽ പണ്ട് ഒരു പിതാവ് അവിടുത്തെ നാണയത്തിൽ അതിൻ്റെ 25% വെള്ളി അത് ഈ ഉരുക്കിയെടുത്ത് കഴിയുമ്പോൾ അതിന് കൂടുതലായി വില കിട്ടും എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ അത് പരസ്യപ്പെടുത്തി അങ്ങനെ അവിടുത്തെ എല്ലാ നാണയവും വാങ്ങി ഉരുക്കിയിട്ട് അതിൽ നിന്ന് കിട്ടിയ പണം, ആ പണവും കൊണ്ട് പിന്നെ ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്ന് നാട് വിട്ട് ഇന്ത്യയിലേക്ക് വന്നതും ഇവിടെ അനന്തൻ ചൗധരി തന്നെ ഈ കൗണ്ട് യുവർ ചിക്സ് ബിഫോർ ദേ ആർ ഹാച്ച്ഡ് അല്ലേ രഞ്ജിത്തെ? നിങ്ങളൊക്കെ വായിച്ച് പഠിച്ചതും നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളതുമൊക്കെ. അപ്പോൾ ഇതൊക്കെ നിയമവിരുദ്ധമായ മാർഗ്ഗങ്ങളിൽ കൂടി ഇതെല്ലാം ചെയ്താലും ന്യായീകരിക്കത്തക്ക നിലയിലേക്ക് പോകുമ്പോൾ അത്തരം കാര്യങ്ങളിൽ കഷ്ടം എന്ന് പറയാതെ നിർവാഹമില്ല. വേറൊരു കാര്യം, പ്രൈവറ്റൈസേഷൻ റെയിൽവേ ഉൾപ്പെടെയുള്ള മേഖലകൾ അത് വരുന്നത് അത് ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ദീർഘദൂര യാത്രയ്ക്ക് ആളുകൾ അങ്ങനെ ഇപ്പോൾ 93 വർഷക്കാലത്തെ ഒരു റെയിൽവേ ബഡ്ജറ്റ് എന്നുള്ളത് പോലും നമുക്ക് പോയല്ലോ. ഇപ്പോൾ ധനകാര്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഒരു 4-5 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ റെയിൽവേ ബഡ്ജറ്റ് മാറുകയില്ലേ? സാധാരണ എങ്ങനെയാണ്? നാളെ റെയിൽവേ ബഡ്ജറ്റ് അവതരണം ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അതിന് മുമ്പ് നമ്മുടേതായ ചർച്ചകൾ, യാത്രക്കാർ, സംഘടനകളൊക്കെ ചർച്ചകൾ, നിങ്ങളെപ്പോലുള്ളവരും നമ്മളെപ്പോലുള്ളവരും എല്ലാം വന്ന് ചർച്ചകൾ, പൊതു ബഡ്ജറ്റിൻ്റെ ചർച്ച പോലെ തന്നെ അതും വലിയ പ്രാധാന്യമുള്ളതല്ലേ? ചർച്ചകൾ നടക്കുന്നില്ല. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, BJP ഗവൺമെൻറ് ചർച്ചകളെ ഭയക്കുകയാണ്. ശൈത്യകാല സമ്മേളനം പാർലമെൻറ്റിൻ്റെത് എവിടെ പോയി സുരേഷ് ബാബു? അത് കൊറോണ കാരണമല്ലേ? നവംബർ 20-22 മുതൽ ആരംഭിച്ച് 20 പ്രവൃത്തി ദിവസം നടക്കേണ്ടതായിട്ടുള്ള ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ ആ പാർലമെന്റ് സമ്മേളനം അല്ല ഇപ്പൊ നടക്കുന്നത്. സമ്മേളനം തന്നെ വേണ്ട എന്ന് വെച്ചു. ഓക്കെ നമുക്ക് വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരാം.